ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യം ഓട്സ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു അരക്കപ്പ് ഓട്സാണ് എടുത്തത്. കാരണം വെച്ചാൽ ഞങ്ങൾ 2 പേർ മാത്രമേ കഴിക്കാനുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഇതിനാവശ്യമായ പച്ചമുളകും ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളീൻ്റെ ഒരു അരക്കഷ്ണം മാത്രമാണ് എടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതിനാവശ്യമായ കറിവേപ്പില. വെജിറ്റബിൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ എടുത്തത് കുറച്ച് കടലപ്പരിപ്പാണ്. അത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഓട്സ് ചൂടാക്കാൻ പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അത് ഓട്സ് ഇട്ട് നമുക്കൊരു 3 മിനിറ്റ് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ ഏകദേശം ഒരു പച്ച മണം അങ്ങനെ മാറി അധികം കറുപ്പടിക്കണ്ട. ആ മണം അങ്ങനെ മാറുന്ന വരെ ഇളക്കിയെടുത്ത് നമുക്കതൊന്ന് തണിയാൻ വെക്കാം. ഏകദേശമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ച കടലപ്പരിപ്പുണ്ട്. ആ കടലപ്പരിപ്പ് ചെറുങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വേവണ്ട, ചെറുങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കടിക്കുന്ന വിധത്തിലാവണം. നന്നായി വെന്താൽ ഉപ്മാവിൻ്റെ കൂടെ തന്നെ അത് കുഴഞ്ഞു വരും. അതിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് അതൊന്ന് വേവിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അത് വെള്ളം വാർത്ത് വേറെ മാറ്റി വെക്കാം. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നല്ല മണവും നല്ല രുചിയും ഉണ്ടാവും. പൊതുവെ ഉപ്മാവാക്കുമ്പോൾ നെയ്യ് കൂട്ടുന്നത് നല്ലതാണ്. നല്ലൊരു മണമായിരിക്കും കിട്ടൽ. നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലവണ്ണം പൊട്ടണം, ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ലേശം ചൂടായതിന് ശേഷം കറിവേപ്പിലും കൂടി ഇടുക. ഇത് 3ഉം കൂടി നല്ലോണം വഴറ്റുക. അതിനുശേഷം നമ്മൾ ആ ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചതുണ്ട്. ക്യാരറ്റ് ചെറുങ്ങനെ ഇടണം. ആദ്യം ക്യാരറ്റ് ഇടണം, ഇല്ലെങ്കിൽ അത് ക്യാരറ്റ് കുറച്ച് വേവാനുള്ളതാണ്. അതുകൊണ്ട് ആ ക്യാരറ്റും കൂടി എന്നിട്ട് നല്ലോണം വഴറ്റി ലാസ്റ്റ് മാത്രമേ ഉള്ളി ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ ക്യാരറ്റും ആയിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകുന്നവരെ അതൊന്ന് വഴറ്റണം. അതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച കടലപ്പരിപ്പുണ്ടായിരുന്നു. ആ കടലപ്പരിപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ എല്ലാം കൂടി ഒരു ഉപ്പ് പിടിക്കണ്ടേ. ഉപ്പ് ലേശം കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഉണ്ടാക്കുന്നതിന് രുചിമാറ്റം ഉണ്ടാവും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയാണ്. കളർ മാത്രമല്ല, നമുക്ക് നല്ലതാണ്. ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഭക്ഷണ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി ഉണ്ടാവണം. ഇതെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിന്. അതിൽ ഒരു വാട്ട വെള്ളം, 1 കപ്പ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു. ഒരു പാകത്തിന് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് നല്ല കുറച്ച് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. അതൊന്ന് വെന്ത് വരുന്നേരം ഒരു 5 മിനിറ്റ് ഒന്ന് കടലപ്പരിപ്പും അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഓട്സും കൂടി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. കൈയിളക്കാണ്ട് മിക്സ് ആക്കണം. കാരണം ഉപ്മാവാണ്. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ഇത്രയൊക്കെ ചെറിയൊരു സമയം മാത്രം മതി. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഹെൽത്തിയായ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ രുചികരമായ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
രുചികരവും നല്ല ഹെൽത്തിയുമാണ് ഈ ഓട്സ് ഉപ്മാവ്. ഓട്സ് പൊതുവേ കാച്ചിയിട്ട് മാത്രം അധികം കുടിക്കാറുള്ളൂ. എന്നാൽ ഓട്സിനെ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ രാത്രി കഴിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഹെൽത്തിയായ ഭക്ഷണങ്ങളാണ്. അരി ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ മറക്കാൻ പാടില്ല. ഇനിയും നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. എങ്ങനെയുണ്ട് എൻ്റെ ഓട്സ് ഉപ്മാവ്? അടിപൊളിയല്ലേ? ഇത് കണ്ടോ, നല്ല മുട്ട ഫ്രൈ ആക്കിയ പോലെയുണ്ട് നമ്മൾ ഓട്സ് ഉപ്മാവ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ? എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ. രാത്രി കഴിക്കാൻ ഏറ്റവും ഉത്തമമായ ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ ഓട്സ്. കാരണം കുറച്ച് പ്രായം തെന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും യോജിച്ചത് ഇതാണ്. ഇതുണ്ട്, അടിപൊളിയല്ലേ ഓട്സ് ഉപ്മാവ്? ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി